നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വെള്ളമൊക്കെ വാറ്റി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 4 എഗ്ഗ് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ്, അതാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്പ്രിംഗ് ഓനിയൻ ഇല്ലെങ്കിൽ ഒരു ചെറിയ സവോള എടുത്ത് കൊത്തി അരിഞ്ഞാലും മതിയാവും. 2 ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ഇഞ്ചി. ഇനി വെജിറ്റബിൾസ് ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ബീൻസ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ പാർട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂൺ സോയ സോസ്. ഇനി നമുക്ക് നാരങ്ങ നീര് വേണം. അത് നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ വിട്ട് കിടക്കുന്നതിന് വേണ്ടിയാണ്. ഒരു 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ വിനാഗിരി. ഇനി നമുക്ക് ഓയിൽ വേണം. സാധാരണ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കത്തില്ല, ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആയിരിക്കും നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് ബസ്മതി റൈസ് വേവിച്ചെടുക്കാം. കാരണം ഇതൊന്ന് തണുക്കണം. നമ്മൾ വെജിറ്റബിളിലേക്ക് ആഡ് ചെയ്യുമ്പം വെന്തപ്പം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പം നമ്മൾ ആദ്യം ബസ്മതി റൈസ് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റൈസിന് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം 3 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പം ഉപ്പിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുമ്പ് നിൽക്കണം. അന്നേരമാണ് റൈസ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പാകത്തിന് ഉപ്പാകത്തുള്ളൂ. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റൈസ് വെന്ത് വരുമ്പോൾ അത് വിട്ട് കിടക്കും. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഹീറ്റിലിട്ട് വെച്ച് ഒരു 10-15 മിനിറ്റിനുള്ളിൽ റൈസ് റെഡിയാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റൈസ് നോക്കാം. റൈസ് പാകത്തിനായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ റൈസ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിലപ്പം ഇതിൻ്റെ ചൂടുകൊണ്ട് ഇനി വീണ്ടും വെന്ത് പോകും. ഇപ്പം ഞാൻ ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ആ ചൂടുള്ള പാത്രത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വെന്തിട്ട് അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഇത് മാറ്റിയത്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച കുരുമുളകിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നന്നായിട്ട് ഹാർഡാകാൻ നിൽക്കണ്ട. അതിന് മുമ്പ് നമുക്ക് വാങ്ങാം. ഇനി ആ സെയിം ഫ്രൈ പാനിലേക്ക് തന്നെ വെജിറ്റബിൾ വഴറ്റിയെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ബീൻസ്, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സോയ് സോസ് ചേർക്കുന്നതാണ്, അപ്പം അതിനനുസരിച്ച് വേണം. സോയ് സോസിൽ ഓൾറെഡി ഉപ്പ് കാണും. ഇപ്പോൾ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. സോയ് സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ പാർട്ട് ഇട്ട് ഇളക്കി വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള റെസിപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.